എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? സാധാരണ ഈ ഇന്റർവ്യൂവിൽ എൻ്റെ ഫേസ് കാണാറില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പൊതുവെ ഒരു ഇന്റർവ്യൂ വീഡിയോയിൽ മുഖം കാണിക്കുന്നത് വളരെ ചുരുക്കമാണ്. ഈ അടുത്ത കുറച്ച് വീഡിയോസിലാണ് മുഖമൊക്കെ കാണിക്കാനുള്ള ഒരു ധൈര്യമൊക്കെ വന്നു തുടങ്ങിയത്. അപ്പൊ അതിൻ്റെതായ ചില അപാകതകൾ ഈ ഇന്റർവ്യൂവിൽ കാണും കേട്ടോ, ക്ഷമിക്കുക. അപ്പൊ എൻ്റെ പേര് സ്നേഹ, എൻ്റെ നാത്തൂൻ എൽബി, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു ചാനൽ മാനേജ് ചെയ്യുന്നത്. എല്ലാവർക്കും എന്നല്ല, നമ്മുടെ ചാനൽ കാണുന്ന ഒരു കുറേയേറെ പേർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. എങ്കിലും പുതുതായിട്ട് വന്ന ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് ഇറ്റലിയിലെ മിലാനിലാണ്. അപ്പൊ ചേച്ചി താമസിക്കുന്നത് അമേരിക്കയിലാണ്. അപ്പൊ ഞങ്ങൾ രണ്ടിടത്തു നിന്നാണ് വീഡിയോസ് ഇടാറുള്ളത്. അപ്പൊ ഞങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങളുടെ Q&A വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീണ്ടും പഴയ കഥകൾ ആവർത്തിച്ച് അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബോറടിപ്പിക്കുന്ന കാര്യമായി തോന്നിയത് കൊണ്ടാണ് കേട്ടോ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇന്നും ഡെയിലി മൈ ലൈഫ് വീഡിയോ ആണ്. കുറേയേറെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ എന്നെ വീട്ടു ജോലികളിലൊക്കെ സഹായിക്കാൻ ഒരാൾ കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ആളെ ഞാൻ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്ന് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട്. കൂടുതലും വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റുകൾ ട്രൈ ചെയ്യാറുള്ള ആള് ഞാനാണ്. ഇന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതേപോലെ തന്നെ തനി നാടൻ ഒരു ഊണുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അവസാനം വരെ കാണാം. അപ്പൊ എങ്കിലല്ലേ ആ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾ മുഴുവൻ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതേപോലെ തന്നെ ഇപ്പൊ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണ് ഇതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക. അതേപോലെ കുറച്ച് സജഷൻ കൂടെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമേ തന്നെ നേരത്തെ ഒരു ഇൻട്രോ ആയിട്ട് വന്നത്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് മിലാനിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ മിലാനില് ഇപ്പൊ ഞങ്ങള് മിലാൻ എന്താ പറയുക, പ്രോപ്പർ ടൗണിലല്ല, കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഇവിടുത്തെ ഒരു മിലാൻ ബോർഡറിനോടടുത്താണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ അടുത്ത് ഞങ്ങളിങ്ങനെ നടക്കാനൊക്കെ പോയപ്പോൾ ഒരുപാട് നല്ല കോഫി ഷോപ്പുകളും നല്ല നല്ല റെസ്റ്റോറൻറ്റുകളും, അതായത് ഒതന്റിക് ഇറ്റാലിയൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ കഫറ്റീരിയകളൊക്കെ കാണാൻ സാധിച്ചു. അതിൻ്റെയൊക്കെ ഒരു ആംബിയൻസും അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഫുഡൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഒരു പോഷ് റെസ്റ്റോറൻറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു പോഷ് കഫറ്റീരിയ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റും തോന്നി, ഒരു ആംബിയൻസും ഞങ്ങൾക്ക് തോന്നി പേഴ്സണലായിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കഫറ്റീരിയകളൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേരെ കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് വീഡിയോസും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി മൈ ലൈഫിൽ ഒരു കഫറ്റീരിയയിലൊക്കെ പോകുന്നതൊക്കെ കാണിക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് എല്ലായിടത്തും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ. അപ്പൊ നേരത്തെ അവരുടെ അടുത്ത് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ. അതേപോലെ ഞങ്ങളുടെ ഡെയിലി മൈ ലൈഫ് വീഡിയോസിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസിലോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് സജഷൻ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇൻട്രോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവ വേണം കേട്ടോ. അപ്പോൾ ആ റവയൊന്ന് ഞാൻ പാനിലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പാക്കറ്റിൽ കിട്ടുന്ന വറുത്ത റവയാണെങ്കിൽ പോലും ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കുന്നതാണ് ഇന്നത്തെ വിഭവത്തിന് കൂടുതൽ നല്ലത്. അപ്പോൾ റവയൊക്കെ മൂത്ത് നന്നായിട്ട് ആ ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കാരണം ഞാൻ ഇതേ പാൻ തന്നെയാണ് ബാക്കി ഇനി അങ്ങോട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് റവ അങ്ങ് മാറ്റി വെച്ചത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ നമ്മുടെ പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 4-5 കറിവേപ്പില അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള റവയുടെ ഒരു പാകം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ 2.5 കപ്പിൽ ചെറിയൊരു ഏറ്റക്കുറച്ചിലുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. സാധാ തേങ്ങ ഉപയോഗിച്ചാൽ മതി കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന തേങ്ങ ചിരകി വെച്ചിരുന്ന തേങ്ങ തീർന്നു പോയത് കൊണ്ടാണ് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ, വെള്ളം നന്നായിട്ട് തിളച്ച ശേഷമാണ് വറുത്ത് വെച്ചിരിക്കുന്ന റവ ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ കിട്ടും. പാനിൽ നിന്ന് വിട്ടു പോരുന്ന ഒരു പരുവത്തിൽ നമുക്കത് കിട്ടും. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ റവ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിടാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പാനിൽ നിന്ന് വിട്ടു പോരുന്ന രീതിയിൽ കണ്ടോ, ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുഴയ്ക്കാട്ടോ. ഒരുപാട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ, അതേപോലെ. അപ്പോൾ അരികത്തൊരു പാത്രത്തിൽ തണുത്ത വെള്ളം വെച്ചിട്ട് ഇടയ്ക്കൊന്ന് കൈ അതിൽ മുക്കിയൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കുഴച്ചെടുത്തതായതുകൊണ്ട് ഒരുപാടൊന്നും നമുക്ക് കുഴയ്ക്കേണ്ട ആവശ്യം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് തണുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് ഉരുളകളാക്കി മാറ്റുകയാണ്. ഇഷ്ടമുള്ള വലിപ്പത്തിൽ അതേപോലെ ഷേപ്പിൽ അത് മാറ്റിയെടുക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഉണ്ടകളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളിനി ആവി കയറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് വലിപ്പം കൂടിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറ്റിയെടുത്തത് ഏകദേശം ഇത്രയും ഉണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ 10 മിനിറ്റാണ് ഞാൻ ആവി കയറ്റിയത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഒരു റവ ബോൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ നല്ല ഫ്ലഫി ആയിട്ട് സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഗ്യാസ് ഓഫ് ചെയ്തത് മാറ്റിയെടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പാൻ എടുക്കാം. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് കടുക്, ജീരകം, പരിപ്പ്, ഉഴുന്ന് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ കടലപ്പരിപ്പ് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ തുവരപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ ഒരു 4-5 കാഷ്നട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് എരിവ് അല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ റവ കുഴച്ചപ്പോൾ അത്യാവശ്യം പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ റവ ബോളുകൾ, ആവിയിൽ വേവിച്ച റവ ബോളുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം പൊട്ടിപ്പോയിട്ടോ, ബാക്കി ഒന്നിനും തന്നെ കുഴപ്പമുണ്ടായില്ല. അത് ഞാൻ മര്യാദയ്ക്കല്ലായിരുന്നു ഉരുട്ടിയിരുന്നത്, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വേറെ കടികളൊന്നും വേണ്ട. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഉപ്പുമാവ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു സാധനമല്ല റവയുടെ. പക്ഷേ ഇതേപോലെയുള്ള റവ ബോളുകൾ നല്ല ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഈസി പീസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇൻട്രോയിൽ പറഞ്ഞ സർപ്രൈസ് പ്ലസ് സസ്പെൻസ് ഇതായിരുന്നു. എന്നെ വീട്ടുജോലിയിൽ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾ ഇതാണ്. കാണുമ്പോൾ ഇത്തിരി ഉള്ളതെന്ന് തോന്നുമെങ്കിലും ഇതൊരു ഇത്തിരി കുഞ്ഞൻ റോബോട്ടാണ്. നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞൻ റോബോട്ടാണിത്. OKP ലൈഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഇത്തിരി കുഞ്ഞൻ റോബോട്ടാണിത്. അപ്പോൾ നമുക്ക് മാനുവലി നമുക്കിത് പ്രവർത്തിപ്പിക്കാം. അതേപോലെ തന്നെ ഫോണിൽ ആപ്പ് യൂസ് ചെയ്തും ഇത് നമുക്ക് പ്രവർത്തിപ്പിക്കാം. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫോണിൽ ഇത് ഓൺ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരും കേട്ടോ. കാണിച്ചു തരാം. ഇങ്ങനെ ഓടി നടന്ന് വീട് മുഴുവനുമുള്ള
ചെറിയ ചെറിയ പൊടികളെല്ലാം തന്നെ ഇതങ്ങ് വലിച്ചെടുത്തോളൂ കേട്ടോ. വലിയ വലിയ കരടുകളുണ്ടല്ലോ, അതൊന്നും ഇത് എടുക്കത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കാണുന്ന നമ്മുടെ കൈ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ വാക്വം ക്ലീനറിന് പിടിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമ്മുടെ ചൂല് കൊണ്ട് അടിച്ച് വാരിയ പെട്ടെന്ന് പോരില്ലാത്ത പൊടികളെല്ലാം തന്നെ ഈ ഒരു ഇത്തിരി കുഞ്ഞൻ റോബോട്ട് വലിച്ചെടുത്തോളൂ. അപ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ ഇതിൻ്റെ ആപ്പ് യൂസ് ചെയ്ത് നമുക്കൊരു ടൈം സെറ്റ് ചെയ്ത് വെക്കാം. എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണിയാകുമ്പോൾ എൻ്റെ വീട് മുഴുവൻ ക്ലീൻ ചെയ്യണമെന്നുള്ള സെറ്റിങ്സ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദിവസവും രാവിലെ ആരും വിളിക്കാതെ തന്നെ അത് അതിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് വീട് മുഴുവൻ ക്ലീൻ ചെയ്തോളും. ഇതിന് ചെല്ലാൻ പറ്റുന്ന എല്ലാ ഏരിയയിലും ഇത് ക്ലീൻ ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഫോണിൽ ഞാനത് ഓഫ് ചെയ്തു. അതിനുശേഷം ഞാനത് ചാർജിങ് സ്റ്റേഷനിലേക്ക് ഇനി ഞാൻ ആ ഒരു മോഡിലേക്ക് മാറ്റുകയാണ്. സാധാരണ നമ്മളൊരു ദിവസം സെറ്റ് ചെയ്തിടുകയാണെന്ന് വെച്ചോ, നമ്മൾ രാവിലെ 7 മണിക്ക് ക്ലീൻ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ റൂമെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് തന്നെത്താനെ ചാർജിങ് സ്റ്റേഷനിലേക്ക് പോയിക്കോളും. അതല്ല ഇപ്പോൾ നമ്മൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് നമ്മൾ പറയുകയാണ് ഇത് ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഒരു മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയായിരുന്നാലും ആ വീട്ടിൽ എവിടെ ഇരുന്നാലും അതതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ തപ്പി കണ്ടുപിടിച്ച് തന്നെത്താനെ ആ ചാർജിങ് സ്റ്റേഷനിലേക്ക് പോയിരുന്നോളും. വളരെ ഈസി ആയിട്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇത്തിരി കുഞ്ഞൻ റോബോട്ടാണ്. ഇത് അലക്സയായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റോബോട്ടാണ് കേട്ടോ. പക്ഷേ ഇത് ഞങ്ങൾ വാങ്ങിച്ചതല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ബോബിച്ചേട്ടനും ഫാമിലി ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു റോബോട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട് ഇതൊക്കെ അടിച്ച് വരാനായിട്ട്. പക്ഷേ ഇതുള്ളപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസിയായി. ഇനിയിപ്പോൾ എല്ലാ ദിവസവും രാവിലെ ടൈം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് വന്നത് ക്ലീൻ ചെയ്തോളൂ കേട്ടോ. ഇത് ഞാനിപ്പോൾ കാണിച്ചത് ഇതിൻ്റെ ഒരു മാനുവൽ ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മുറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ വെച്ച് നമുക്കിപ്പോൾ മാനുവലി ഫോണിൻ്റെ ആപ്പൊന്നും ഇല്ലാതെ പ്രവർത്തിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പം കണ്ടോ, റൂം ഫുൾ അതിൻ്റെ ആ ഒരു വലിപ്പം വെച്ച്, അല്ലെങ്കിൽ അതിന് കയറിപ്പോകാൻ പറ്റുന്ന എല്ലാ ഇടനാഴികളിലൊക്കെ കയറിപ്പോയി അത് മുഴുവനായിട്ട് ക്ലീൻ ചെയ്തോളും. അപ്പോൾ ഇത് വന്നതോടുകൂടി എന്താ പറയുക, ദിവസവും രാവിലെ അടിച്ചു വരുക എന്നുള്ള കാര്യം ഞാനങ്ങ് നിർത്തിയിട്ടോ. കാരണം ഇത് തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോയി അടിച്ചു വാരിക്കോളും. പിന്നെ ഇവിടെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ വലിച്ചു വാരി കരട് കിടക്കുന്ന രീതിയിലല്ല. അതുകൊണ്ട് എനിക്ക് ആഴ്ചയിൽ ഒരിക്കലോ മാത്രമേ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോൾ വരാറുള്ളൂ. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഇത്തിരി കുഞ്ഞൻ റോബോട്ടാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർക്ക് വളരെയധികം ഉപകാരപ്പെടും. കാരണം അവരൊക്കെ ഒരു മുട്ടുകുത്തി നടക്കുന്നവരൊക്കെ പ്രായത്തിലൊക്കെ ആണെങ്കിൽ കണ്ണി കാണുന്നതൊക്കെ എടുത്ത് വായിലിടാനൊരു പ്രവണത കാണിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു കുഞ്ഞൻ റോബോട്ടാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പൊക്കോളും. ഇതിൻ്റെ അത്യാവശ്യം ഡീപ്പ് ക്ലീൻ ചെയ്ത് പൊക്കോളും. എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത് മാനുവലിയാണ് ഞാനിപ്പോൾ അത് ഓഫ് ചെയ്തത്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് അതിൻ്റെ ഫിൽറ്റർ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഫിൽറ്ററിൽ നിന്ന് പൊടി കളഞ്ഞിട്ട് 2-3 ദിവസമായി. അപ്പോൾ അത്യാവശ്യം പൊടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ പിടിക്കുന്ന പൊടികളെല്ലാം തന്നെ തീരെ ചെറിയ പൊടികളാണ്. അപ്പോൾ അതെല്ലാം അത് പിടിച്ചെടുത്തോളും. ചൂലും കൊണ്ട് അടിക്കുമ്പോൾ അത്രയും കാര്യമായിട്ട് പോരത്തില്ലല്ലോ. അപ്പോൾ ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കരുതി ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഊണ് നാടനൊരു ഊണാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു. അതേപോലെ തന്നെ ഒരു സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് മാത്രം മല്ലിപ്പൊടി, വളരെ കുറച്ച് മാത്രമാണ് മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളൂ. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് വിനീഗർ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പാൻ അടുപ്പത്ത് വയ്ക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളാണേ. അപ്പോൾ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച ശേഷം കുറച്ച് വെള്ളം, ഒരു 3 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്, തണുത്ത വെള്ളമല്ല. നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്നതിന് മുമ്പായതുകൊണ്ട് തണുത്ത വെള്ളം ചേർത്താലും മതി. പക്ഷേ ഞാനിവിടെ എപ്പോഴും കെറ്റിലിൽ ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് അങ്ങ് ചേർത്തുന്നുള്ളൂ. അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ചു കേട്ടോ. അതേപോലെ തന്നെ ഞാനിന്ന് ക്യാരറ്റും അതേപോലെ ഉണക്ക ചെമ്മീനും കൂടെ ആയിട്ടുള്ളൊരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെമ്മീൻ തല കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി കടുക് അവിടെ അടുപ്പത്തിട്ടേക്കുവാണ്. അപ്പോൾ ഇപ്പോഴെ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നു. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ പേൾ ഒനിയൻ
ഞാനിവിടെ ചെറിയുള്ളിക്ക് പകരമാണ് ഇത് ഉപയോഗിക്കുന്നത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ഉള്ളി ഒന്ന് വാടി വരണം. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊന്നും അല്ലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു പീച്ചിങ് ഞാൻ കഴിഞ്ഞ ദിവസം സാറ്റർഡേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് കേടായിപ്പോയി. അപ്പോൾ ഇനി എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ക്യാരറ്റ് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ക്യാരറ്റ് തന്നെ തോരൻ എപ്പോഴും കാണിക്കാറുള്ളതാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൂട്ടുകാർ കൊണ്ടുവന്ന ഉണക്കച്ചെമ്മീൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഉണക്കച്ചെമ്മീനും ക്യാരറ്റും കൂടി ഒന്ന് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ ഞാനതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തു. ക്യാനിൽ കിട്ടുന്ന തേങ്ങാപ്പാലായതുകൊണ്ട് ഞാൻ 1-ാം പാൽ 2-ാം പാൽ എന്നുള്ള രീതിയിലല്ല, അത്യാവശ്യം തിക്കായിട്ടുള്ള എന്നാൽ വെള്ളം ചേർത്തിട്ടുള്ള ഒരൊറ്റ പാലായിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചു. അതൊന്ന് തിളച്ച് വരും. അപ്പോൾ ചെമ്മീൻ ഒന്ന് കഴുകി എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള അരിപ്പയിൽ ചെമ്മീൻ ഇട്ടിട്ട്, അത് തലയും വാലയൊക്കെ കളഞ്ഞ ചെമ്മീനാണ്, ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കഴുകിയെടുക്കുന്നത്. വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് നമ്മൾ കഴുകിയെടുത്താൽ ചെമ്മീൻ അങ്ങ് കുതിർന്നു പോകും. അതുകൊണ്ടാണ് അരിപ്പയിലിട്ട് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് മൂത്ത് വരണം. വെളിച്ചെണ്ണയിൽ കിടന്ന് നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും മഞ്ഞൾപ്പൊടിയും കൂടെയും കൂടിയിട്ട് അങ്ങ് മൂപ്പിക്കുമ്പോഴൊരു മണം ഇഷ്ടമുള്ള എന്നെപ്പോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ മൂത്ത് വരുന്നൊരു മണം. അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ എരിവുള്ള മുളക് പൊടിയായിരുന്നു ചേർത്തിരുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മൾ തലയും വാലയൊക്കെ കളഞ്ഞ ഉണക്ക ചെമ്മീൻ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക്, അതായത് ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ ഭാഗത്താണ്. അവിടെയൊക്കെ മിക്ക തോരനുകളിലും അല്ലെങ്കിൽ ഉലർത്തുകളിലൊക്കെ ഉണക്കച്ചെമ്മീൻ മിക്കപ്പോഴും തന്നെ ചേർക്കാറുണ്ട്. അതൊരു പ്രത്യേക ഒരു ഫ്ലേവർ തരാറുണ്ട്. അതേപോലെ തന്നെ മാങ്ങയും ചെമ്മീനും കറി വയ്ക്കാറുണ്ട്. ഉണക്കച്ചെമ്മീൻ ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ തോന്നിയിട്ടുള്ള ആരെങ്കിലും ആ നാട്ടുകാരോ അന്യ നാട്ടുകാരോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ആ ചെമ്മീനൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ്, ഒന്നാമത് ക്യാരറ്റിന് വേവ് കുറവാണ്, പോരാത്തതിന് ഗ്രേറ്റ് ചെയ്തും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഉണക്കച്ചെമ്മീൻ ആദ്യമേ മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ ക്യാരറ്റ് ചേർത്തത്. അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം, ക്യാരറ്റ് അങ്ങ് വെന്ത് പോവുകയും ചെയ്യും, ചെമ്മീൻ പാകത്തിന് നമുക്ക് മൂത്ത് കിട്ടത്തുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ യോജിപ്പിച്ചു. അവസാനം ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, തേങ്ങ തീർന്നു പോയതുകൊണ്ട് ഇന്നത്തെ റെസിപ്പിയിലെല്ലാം ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തേങ്ങ കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് ഉണക്കച്ചെമ്മീൻ തോരനും റെഡിയായി കഴിഞ്ഞു. തേങ്ങയില്ലാത്ത വിഭവങ്ങൾ കാണിക്കാമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. വരുന്ന വീഡിയോസിൽ തേങ്ങാപ്പാലോ ഒന്നും ഉപയോഗിക്കാത്ത വിഭവങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ കോമ്പിനേഷൻ. നല്ല തക്കാളിക്കറിയും ക്യാരറ്റും ഉണക്കച്ചെമ്മീനും അതേപോലെ തന്നെ മത്തിക്കറി ഉണ്ടായിരുന്നു. തലേന്ന് ഉണ്ടാക്കിയ മത്തിക്കറിയാണ്. ഈ ഒരു മീൻകറിയുടെ റെസിപ്പിയൊക്കെ പലപ്പോഴും കാണിച്ചതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അറിയാതെ ഫോണിൽ മെമ്മറി കുറഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്ത കൂട്ടത്തിൽ ആ വീഡിയോ അറിയാതെ ഡിലീറ്റ് ആയിപ്പോയി, സോറി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.